ജോണേട്ടാ, നടൻ വിനായകൻ അസഭ്യത്തിൻ്റെയും പുലഭ്യത്തിൻ്റെയും അശ്ലീലത്തിൻ്റെയും ഒക്കെ ഒരു മറുപേരായിട്ട് വിനായകൻ്റെ പേര് മാറുകയാണ്. നല്ല കഴിവുള്ള നടനാണ്, പക്ഷേ അതിലുമപ്പുറം വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കാനായി മനഃപൂർവ്വം വ്യഗ്രത കൊള്ളുന്ന ഒരു വിനായകൻ. അതും കേട്ടാൽ അറയ്ക്കുന്ന, അതിൽ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ഇട്ടേക്കുന്ന ഒരു വരി പോലും നമുക്കൊരു പബ്ലിക് ഡൊമൈനിലിരുന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഏറ്റവും ഒടുവിലായി യേശുദാസിനും അടൂർ ഗോപാലകൃഷ്ണനുമെതിരെ നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റ് അത് വളരെ വലിയ രീതിയിൽ വിവാദമാകുന്നു. അത് കഴിഞ്ഞ് ഒരു മാപ്പ്, ഒറ്റ വാക്കിൽ സോറി എന്നെഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അതിനുശേഷം ഈ മുൻപുണ്ടായിരുന്ന പോസ്റ്റ് പിൻവലിക്കുന്നു. എന്നാൽ ഈ സോറി ഇട്ടതിന് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഒരു പ്രമുഖയായിട്ടുള്ള മാധ്യമപ്രവർത്തക അപർണ എന്ന് പറയുന്നൊരു മാധ്യമപ്രവർത്തകയ്ക്കെതിരെ ഇത്തരത്തിൽ അശ്ലീല ചുവയുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വീണ്ടും പങ്കിടുകയാണ്. ശരിക്കും എന്താണ് വിനായകൻ്റെ പ്രശ്നം? ഏതെങ്കിലും രീതിയിൽ, അതും എല്ലാ പോസ്റ്റുകളിലും ഞാനൊരു പുലയനാണ്, അല്ലെങ്കിൽ അത് വിനായകൻ പറഞ്ഞ വാക്കാണ്, ആ രീതിയിലുള്ള ജാതി കാർഡ് ഇറക്കാനുള്ളൊരു ശ്രമം കൂടി ആ പോസ്റ്റുകൾ നടക്കുന്നുണ്ട്. ശരിക്കും വിനായകനെ ഒരു മാനസിക പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ സ്വമേധയാ സർക്കാർ തന്നെ ഒരു നടപടി എടുക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചില്ലേ? വലിയൊരു പബ്ലിക് ന്യൂയിസൻസായി വിനായകൻ മാറുന്നില്ലേ? ചിലരെ രണ്ടെണ്ണം അടിച്ചു കഴിയുമ്പോൾ അവർക്ക് തോന്നും ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം, അവിടെ ആ കവലയിൽ നിൽക്കുന്ന ആളുകളെ രണ്ട് തെറി പറയണം, പറ്റുമെങ്കിൽ രണ്ട് അടി കൊടുക്കണം, തിരിച്ചും രണ്ട് അടി വാങ്ങിക്കണം, വീട്ടിൽ പോകണം. ഇങ്ങനെ ചിലരുടെ ശീലം. വിനായകൻ അങ്ങനെ ഇതൊരു ശീലമാക്കി മാറ്റിയിരിക്കുകയാണ്. വിനായകൻ പക്ഷേ ഇത് ഈ കൊടുക്കൽ വാങ്ങൽ നടത്തുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് എന്ന് മാത്രമാണ്. വിനായകൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, KR നാരായണൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ രാഷ്ട്രപതി നമുക്കിവിടെ ഉണ്ടായിരുന്നു. ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ ജാതിയെക്കുറിച്ച് പറഞ്ഞിട്ടല്ല ജനങ്ങളുടെ മനസ്സിലേക്ക് കയറിയത്. അതായത് അദ്ദേഹം ഒരു പാർലമെൻറ്റ് അംഗമായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം നയതന്ത്ര പ്രതിനിധിയായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഉപരാഷ്ട്രപതിയും പിന്നീട് ഇന്ത്യൻ പ്രസിഡൻറ്റുമായി മാറുന്നത്. ഒരിക്കൽ പോലും നമ്മളാരും അദ്ദേഹത്തെ മാറ്റി നിർത്തുമോ അങ്ങനെ അദ്ദേഹം തന്നെ പറയുകയും ചെയ്തിട്ടില്ല, ഞാൻ ഈ ജാതിയിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് നിങ്ങളെനിക്ക് ആ പ്രിവിലേജ് തരണം എന്ന്. അതേസമയം അദ്ദേഹം വിനായകനൊക്കെ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ബാല്യകാലത്ത് കഷ്ടതകൾ അനുഭവം, ആ കാലത്തെ സാമൂഹിക ജീവിതം പരിസ്ഥിതി അങ്ങനെയാണ്. വിനായകനും ആ രീതിയിൽ അനുഭവിച്ചിട്ടുണ്ടെന്ന് വിനായകൻ പറയുന്നു. ശരിയാണ്. നമ്മൾ ആ വിനായകൻ താമസിച്ചിരുന്ന സ്ഥലത്തെക്കുറിച്ചൊക്കെ നമുക്ക് കാലങ്ങളിൽ സിനിമയിൽ തന്നെ ഉണ്ടായ വിവേചനങ്ങളെ പറ്റിയൊക്കെ വിനായകൻ പറയുന്നുണ്ട്. അഡ്മിറ്റ് ചെയ്യുന്ന കാര്യമാണ്. അതെ, അതിൽ ഈ പറഞ്ഞ കണക്ക് ഒരു നടൻ എന്ന രീതിയിൽ നമ്മൾ വിനായകൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിലേക്ക് വരുമ്പോഴത്തേക്കും അതൊരു മാറ്റി. അല്ല, വിനായകൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വിനായകനെ കൃത്യമായി ചികിത്സിക്കണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നമുക്കങ്ങനെ എന്തൊരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയ ഇപ്പോൾ ഷൈം ടോം ചാക്കോ അദ്ദേഹം അഡ്മിറ്റ് ചെയ്തു, ഞാൻ ഇങ്ങനെ ലഹരിക്ക് അടിമയായ ഒരാളാണ്, ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കും, ഞാൻ ഇനി മാറാൻ പോവാണ്. അത് പൊതുസമൂഹവും അദ്ദേഹത്തെ അഭിനന്ദിച്ചു. തീർച്ചയായിട്ടും അത് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഭിനന്ദിക്കുക, അദ്ദേഹത്തിനൊപ്പം നിൽക്കുകയും ചെയ്തു. വിനായകൻ പക്ഷേ ഒരിക്കൽ പോലും മാറാൻ തയ്യാറല്ല. എത്രയോ സംഭവങ്ങളാണ്. വിനായകൻ ആളുകളെ തെറി വിളിക്കുന്നു, 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു സോറി പറയുന്നു, ആ പോസ്റ്റ് മുക്കുന്നു, സോറി പറയുന്നു. ഇതാണ് വിനായകൻ്റെ ശീലം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ ആ സിനിമ കോൺക്ലേവിൽ നടന്ന പ്രസംഗം. ആ പ്രസംഗത്തിലേക്കൊന്നും നമ്മൾ ഇപ്പോൾ ചർച്ച നടത്തുന്നില്ല. പക്ഷേ ആ പ്രസംഗത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അടൂർ ഗോപാലകൃഷ്ണനെ വിമർശിച്ചുകൊണ്ടാണ് യേശുദാസിനെയും കൂടെ അതിനകത്ത് പിടിച്ചിട്ടുകൊണ്ട് വിനായകൻ ഒരു അഭിപ്രായം പോസ്റ്റ് ചെയ്ത്. ആരെയും വിമർശിക്കാം. വിനായകൻ മനസ്സിലാക്കേണ്ടത്, വിനായകൻ ആളുകൾ വിമർശിക്കുമ്പോൾ വിനായകനെയും ആളുകൾ വിമർശിക്കും. തുടക്കകാലത്ത് അങ്ങനെ ആയിരുന്നില്ല. വിനായകനെ പൊതിഞ്ഞു പിടിക്കുന്ന ഈ ജാതിയുടെ പ്രിവിലേജ് അദ്ദേഹം ആവോളം കിട്ടിയിരുന്നു. പിന്നീട് ആളുകൾക്ക് മനസ്സിലായി അതുകൊണ്ട് കാര്യമില്ല, കാരണം ഇയാൾ കാണിക്കുന്ന മൊത്തം ഇമാതിരി പരിപാടികളാണ്. വിനായകൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് വിനായകൻ ധരിക്കുകയും വിനായകനെതിരെ സംസാരിക്കുന്നവർ മുഴുവൻ കുഴപ്പക്കാരാണെന്ന് വിചാരിക്കുകയും ചെയ്തിട്ട് നമുക്കൊരു അഭിപ്രായം, ഒരാളെ വിമർശിക്കുന്നതിനൊരു ഭാഷയുണ്ട്. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുന്ന രീതിയിലായിരിക്കത്തില്ല നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പൊതു ഇടത്ത് സംസാരിക്കുന്നത്. അതിന് വ്യത്യാസമുണ്ട്. അതാണ് സംസ്കാരം എന്ന് പറയുന്നത്. നമ്മളവിടെ എങ്ങനെയാണോ അതുപോലെ ഇവിടെയും ഒന്ന് സംസാരിച്ചാൽ പിന്നെ നമ്മൾ അതുവരെ ആർജിച്ചെടുത്ത അനുഭവത്തിൻ്റെ, വിദ്യാഭ്യാസം ചില ആളുകൾക്ക് കുറവായിരിക്കും, പക്ഷേ അവർ ആർജിച്ചെടുക്കുന്ന അനുഭവങ്ങളുടെ കരുത്തുണ്ട്. അത് വെച്ചിട്ട് സംസ്കാരം ഉയർന്നതായിരിക്കും. അതെ. ഇവിടെ വിനായകൻ യേശുദാസിനെയും അടൂർ ഗോപാലകൃഷ്ണനെയും വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റിൽ ആ തെറിയോട് തെറിയാണ്. ആ തെറി മൊത്തം തെറിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിനായകൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
അടൂർ ഗോപാലകൃഷ്ണൻ ആയാലും യേശുദാസ് ആയാലും ഇനി വന്നിട്ട് അവർക്കൊന്നും പ്രൂവ് ചെയ്യാനില്ല, ഞങ്ങൾ താണ്ടെ ഇങ്ങനെയാണ് എന്ന് ഒരു അവസരം തരൂ എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം അവർ ലെജൻഡറി ആയിട്ടുള്ള 2 പേരാണ്. ഒരാൾ ഡയറക്ടറാണ്, മറ്റേയാൾ നമ്മളെന്നും അതെ ശബ്ദത്തിൻ്റെ ഉടമയായ യേശുദാസ്. യേശുദാസിനെ അതിനകത്ത് ആ സമയത്ത് വിളിക്കുക ലെഗിൻസിനെ കുറിച്ചും അല്ലെങ്കിൽ ജീൻസിനെ കുറിച്ചും ഒക്കെ യേശുദാസ് പണ്ട് പറഞ്ഞിട്ടുണ്ട്. അത്രയും പ്രായമുള്ള ഒരു മനുഷ്യൻ. നമ്മൾ യേശുദാസ് എന്ന് പറയുമ്പോൾ 84-85 വയസ്സുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം കുറച്ച് നാൾ മുമ്പ് പറഞ്ഞ ആ ഒരു സമയത്ത് പറഞ്ഞ പ്രായം ചെന്ന ആളുകൾ പറയുന്നത്. അപ്പോൾ യേശുദാസിന് പ്രായമാവില്ല എന്ന് പറയാൻ പറ്റില്ല. പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. പറഞ്ഞതുപോലെ നമുക്ക് ആശയങ്ങളെ എതിർക്കാം, അല്ലെങ്കിൽ ചില വാക്കുകളെ എതിർക്കാം, സംവാദങ്ങളിലേക്ക് അടക്കാം, രൂക്ഷമായി വിമർശിക്കാം. പക്ഷേ വിനായകൻ ചെയ്യുന്നൊരു കാര്യം വ്യക്തിഹത്യ നടത്തുകയോ കുടുംബാംഗങ്ങളെ പിടിച്ചിടുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ വളരെ മ്ലേച്ഛമായ രീതിയിൽ പലപ്പോഴും സ്ത്രീകളെയൊക്കെ ഒരു ഉപഭോഗ വസ്തുവായിട്ട് കാണുന്ന, ധ്വനി ഉയർത്തുന്ന പല രീതികളും പല ശൈലികളും വിനായകന്റെ പോസ്റ്റിൽ വരുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഈ കാര്യം കൂടെ കുത്തിക്കയറ്റുന്നുമുണ്ട്. ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ട് എല്ലാ പോസ്റ്റിലും ഉണ്ട്. അല്ല, ആ ഒരു പ്രിവിലേജ് ഇനി അത് മാത്രമല്ല, നമ്മൾ വിനായകന്റെ സിനിമ കാണാൻ പോകുന്നത് വിനായകൻ ഇന്ന ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ട് കലാഭവൻ മണി. അങ്ങനെയാണെങ്കിൽ വിനായകൻ ഓർക്കേണ്ടത് കലാഭവൻ മണിയെ കുറിച്ചല്ലേ. കലാഭവൻ മണി പൊതുവേദിയിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട്. കലാഭവൻ മണി പക്ഷേ അദ്ദേഹത്തിൻ്റെ ജാതിയെക്കുറിച്ചല്ല പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അന്ന് അനുഭവിച്ചിട്ടുള്ള പട്ടിണിയെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും, ഒരു നേരം ആഹാരം കഴിക്കാനില്ല, നന്നായി വിദ്യാഭ്യാസം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല, അദ്ദേഹം കൂലിവേല എടുത്ത് കുടുംബം പുലർത്തിയതിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത്. ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം അനുഭവിച്ച ആ യാതന അടുത്ത തലമുറയ്ക്ക് ഉണ്ടാകരുത്. അതിൽ അദ്ദേഹത്തിന് കഴിയുന്ന സഹായങ്ങൾ നൽകി ഞാൻ സ്ട്രൈവ് ചെയ്ത് വന്ന എൻ്റെ ഈ ദുരിതപൂർണമായിട്ടുള്ള കുട്ടിക്കാലമോ അല്ലെങ്കിൽ ജീവിതമോ വേറൊരാൾക്ക് ഉണ്ടാകരുത് എന്ന് ധരിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. വിനായകൻ നേരെ തിരിച്ച് ഒരു എക്സ്ട്രീം റൈവലായിട്ട് മാറുകയാണ്, ഒരിക്കലും ആകാൻ പാടില്ലാത്ത റൈവലായിട്ട് മാറുകയാണ്. ഞാൻ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി, നിങ്ങൾ അതിൽ കൈകടത്തേണ്ട ആവശ്യമില്ല എന്നുള്ള ധ്വനി ഉയർത്തുകയാണ്. ആടും ആനയും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ കലാഭവൻ മണിയും വിനായകനും തമ്മിലുള്ളത്. വിനായകൻ അപ്പോൾ അറിയാമല്ലോ, നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ചർച്ചയായി, യേശുദാസിനെ ആക്ഷേപിക്കുന്നു, അടൂർ ഗോപാലകൃഷ്ണനെ ആക്ഷേപിക്കുന്നു. അവരെ ഒന്നും ആക്ഷേപിച്ചിട്ട് വിനായകനൊരു സന്തോഷം കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെ. അത് പക്ഷേ സ്വകാര്യമായി അദ്ദേഹം യേശുദാസിനെ 2 തെറി പറയോ, പാട്ടിനെ കുറ്റം പറയോ, അതിന് നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഭാഷ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വിമർശനം ആശയപരമായി യേശുദാസിനെ വിമർശിച്ചിട്ടുള്ള എത്ര ആളുകളുണ്ട്, അടൂർ ഗോപാലകൃഷ്ണനെ വിമർശിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഇവരാരും വിമർശനത്തിന് അതീതരല്ലല്ലോ. യേശുദാസ് അദ്ദേഹത്തിൻ്റെ സജീവമായി സിനിമയിൽ പാടിക്കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തെ വിമർശിച്ചിട്ടുള്ള ആളുകളുണ്ട്. ചില പാട്ടുകളിൽ അദ്ദേഹത്തിൻ്റെ ഉച്ചാരണത്തെക്കുറിച്ച്, ചില വാക്കുകൾ മാറിപ്പോയതിനെ കുറിച്ചൊക്കെ പറഞ്ഞ വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ആ രീതിയിൽ ആളുകൾ കാണും. അതിനു പകരം വൃത്തികെട്ട രീതിയിൽ 2 പേരെ ആക്ഷേപിക്കുക, കേട്ടാലറയ്ക്കുന്ന തെറി പറയുക, അത് പറഞ്ഞുകൊണ്ട് എനിക്ക് ജാതിയുടെ പ്രിവിലേജ് വേണം എന്ന് വന്ന് നമ്മളോട് ആവശ്യപ്പെടുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആളുകൾ അതിനെ എതിർക്കും. അപ്പോൾ എതിർത്ത് മാധ്യമങ്ങളിൽ ചർച്ചയുണ്ടാകുമ്പോൾ അതിനെയും വിമർശിച്ചുകൊണ്ട് ഭീഷണി എന്ന വാക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിനായകൻ ഈ അപർണയ്ക്കെതിരെ മാധ്യമങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണ്. ഭീഷണി എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ ഉത്തരം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതിനിടയ്ക്കൂടെ ഈ അച്ഛനും അമ്മയൊക്കെ വിളിക്കുന്നുണ്ട്. നമ്മൾ പറയത്തില്ലേ, ഈ ഡയറക്റ്റ് വിളിക്കത്തില്ല, അല്ലാതെ വിളിക്കുന്ന ഒരു പരിപാടിയുണ്ട്, പിതാവിനെ വിളിക്കുക. അപ്പോൾ അതുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ വന്ന് അപർണയാണ് പറയുന്നത്. അപർണ ഇങ്ങനെ തെറി പറഞ്ഞ് അപർണയെ അതിനകത്ത് തെറി പറയുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇങ്ങനെ പൊതിഞ്ഞ് മധുരം പുരട്ടി വിളിക്കുന്ന ഒരു തെറിയുണ്ട്. പിന്നെ അവസാനം എത്തുമ്പോഴത്തേക്കും മൊത്തം തെറിയ. ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സിൽ കൂട്ടത്തല്ലെന്ന് പറയുന്ന പോലെ വിനായകൻ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അവസാനം മൊത്തം തെറിയാണ് വിനായകൻ പറയുന്നത്. അപ്പം ഒരു രീതിയിൽ വിനായകൻ ഇനി സ്വയം തിരുത്തപ്പെടുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അല്ല, അത് വിനായകൻ അതിന്റെ എല്ലാ പരിധികളും എല്ലാ സമയങ്ങളും കഴിഞ്ഞിരിക്കുന്നു. എത്രയോ സംഭവങ്ങളായി. ബാൽക്കണിയിൽ നിന്ന് സ്വന്തം ഉടുതുണി ഉരിഞ്ഞു കാണിക്കുന്നു, ഗോവയിൽ പോയി പ്രശ്നം ഉണ്ടാക്കുന്നു. ചേട്ടനെ പറഞ്ഞ കണക്ക് ഒരു കുടിയൻ, ഒരു മുഴുക്കുടിയൻ ഏതൊക്കെ രീതിയിൽ വൃത്തികേടുകൾ കാണിക്കുമോ ആ രീതിയിലേക്ക് വിനായകൻ അധപ്പതിച്ചു കഴിഞ്ഞു എന്നേ. അത് ഓരോ വട്ടവും ഈ തിരുത്തലുകൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്തും വിനായകൻ മാറുന്നില്ല, വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് ഈ ഷൈൻ ടോമിനെയൊക്കെ നമ്മൾ അംഗീകരിച്ച് എന്തുകൊണ്ട് അദ്ദേഹം വലിയ ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണെന്ന് അദ്ദേഹം അഡ്മിറ്റ് ചെയ്തു. നമ്മുടെ ഒരു തിരുത്തൽ ഉണ്ടാകണമെങ്കിൽ, സ്വയം തിരുത്തപ്പെടണമെങ്കിൽ താൻ ചെയ്ത തെറ്റ് സ്വയം ബോധ്യപ്പെടുകയും അത് അഡ്മിറ്റ് ചെയ്യുകയും വേണം. ഒരു പരിധിക്കും അപ്പുറം നമ്മൾ ഈ പറഞ്ഞ പോലെ ഷൈൻ ടോമിനെ ചേർത്ത് നിർത്തിയത് അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചുപോയൊരു സാഹചര്യത്തിൽ കൂടെയാണ് എങ്കിൽ പോലും അത് അദ്ദേഹം അഡ്മിറ്റ് ചെയ്തു. ഇനി വരുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യരുതെന്ന് ഒരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിൽ താൻ തിരുത്തലിൻ്റെ പാതയിലാണെന്ന് പറയുകയാണ്. പക്ഷെ ഒരിക്കലും ഞാൻ നന്നാവില്ല
എന്ന് പറഞ്ഞ് ഒപ്പിക്കുകയാണ് വിനായകൻ. വിനായകൻ ചെല്ലുന്നിടത്തെല്ലാം പ്രശ്നമാണ്. ഇപ്പോൾ കൊല്ലത്ത് വന്നു, കൊല്ലത്ത് ആ ഹോട്ടലിൽ വന്നിട്ട് ഷൂട്ടിങ്ങിനാണ് കൊല്ലത്ത് ഹോട്ടലിൽ വന്നത്, റാവിസിൽ, പേര് പറയുന്നുണ്ട്, കുഴപ്പമില്ല. റാവിസിൽ വന്നിട്ട് അവിടെ താമസിക്കുന്നു. അപ്പോൾ ആസിഫ് അലി അവിടെ താമസിക്കുന്നുണ്ട്. ആസിഫ് അലി ഷൂട്ടിന് പോകുന്നു, തിരിച്ചു വരുന്നു, ഉറങ്ങുന്നു, പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ശല്യമൊന്നുമില്ല. പക്ഷേ ഇദ്ദേഹം അങ്ങനല്ല. ഇദ്ദേഹം ഷൂട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ റൂമിലിരിക്കില്ല. റൂമിലിരിക്കാതെ അവിടെ മൊത്തം കറങ്ങി നടന്നിട്ട് അവിടെ വേറെ ആളുകൾ താമസിക്കുന്നുണ്ടല്ലോ, അവരെ മുഴുവൻ ശല്യമാണ്. അപ്പോൾ ഈ ശല്യം ഇവരിങ്ങനെ കുറേ ദിവസം കൊണ്ട് ഇതിങ്ങനെ പറഞ്ഞാലും കേൾക്കില്ല, പുള്ളി കേൾക്കില്ല. അങ്ങനെ ഒരു ദിവസമാണ് ഒരു വിദേശ വനിത വന്നപ്പോൾ ആ വിദേശ വനിതയെ ചെന്നിട്ട് കമൻ്റ് അടിക്കുക, അവരെ അശ്ലീലം പറയുക, ഇതുപോലെ അശ്ലീലം പറയുക, കമൻ്റ് അടിക്കുക, ഇതൊക്കെ അതിര് കടന്നപ്പോൾ ഇവർ പിടിച്ചിട്ട് പുറത്താക്കി, ഗേറ്റ് പുറത്താക്കി. അപ്പോൾ അവിടെ നിന്നിട്ട് പിന്നെ ബഹളം ഉണ്ടാക്കി, അവിടെ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കിയപ്പോഴാണ് പോലീസിൽ പിടിച്ചേൽപ്പിച്ചത്. എവിടെ ചെന്നാലും വിനായകൻ ഇങ്ങനെ വിഷയങ്ങൾ. ഇതിപ്പോൾ നമ്മൾ VS മരിച്ച സമയത്ത് വിനായകൻ ഇൻക്ലാബ് വിളിച്ചു. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, അതിന് ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അദ്ദേഹം VS മരിച്ചപ്പോൾ അദ്ദേഹം മുദ്രാവാക്യം വിളിച്ചു. VSനെ മരിച്ചിട്ടില്ല, അങ്ങനെ എനിക്ക് തോന്നുന്നു, അങ്ങനെയാണെന്ന് തോന്നുന്നു മുദ്രാവാക്യം. അപ്പം ആളുകൾ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് വന്നു. അപ്പോൾ വീണ്ടും വിനായകൻ ഒരു പോസ്റ്റ് ഇട്ടു. അതിൽ ഈ ബഹുമാനത്തോടെ VSനെ മുദ്രാവാക്യം വിളിച്ച വിനായകൻ VSനെ കൂടി അപമാനിക്കുന്ന തരത്തിലാണ് അതിനകത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ പെരുമാറണമെങ്കിൽ അദ്ദേഹത്തിന് ഈ ലഹരി വല്ലാതെ അദ്ദേഹത്തിന് വിനായകനെ അടിമയായിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അദ്ദേഹം കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അത് മാത്രമല്ല, ഇന്ത്യ എമ്പാട് ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമ ജയിലർ എന്ന രജനീകാന്ത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ യഥാർത്ഥത്തിൽ സൂപ്പർ സ്റ്റാർ ആരാണെന്ന് ചോദിച്ചാൽ രജനീകാന്താണ്. ആ രജനീകാന്തിൻ്റെ ചിത്രത്തിൽ ചില സീനുകളിലൊക്കെ രജനീകാന്തിനപ്പുറം പോകുന്ന പെർഫോമൻസാണ് വിനായകൻ്റെ. ആ വില്ലനെ നാട്ടുകാർ ആഘോഷിക്കുകയാണ്, തമിഴർ ആഘോഷിക്കുന്നു. ആ പടം കണ്ട മുഴുവൻ ആളുകളും വർമ്മൻ എന്ന് പറയുന്ന, അതായത് ഒരു നടൻ്റെ കരിയറിൽ വലിയൊരു വേഷം, വലിയ ബ്രേക്ക്, അയാളെ സംബന്ധിച്ച് അയാൾക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ദക്ഷിണേന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ബോളിവുഡിൽ എല്ലാം ചാൻസ് കിട്ടുന്ന ഒരാളാണ്. നമ്മൾ നോക്കിയാൽ അതിനുശേഷം വിനായകൻ ആ നിന്നെടുത്ത് തന്നെ നിൽക്കുകയാണ്. കാരണം വിനായകൻ പിന്നെയും അത്രയും വലിയൊരു വേഷം കിട്ടിയിട്ട് ആളുകൾ അത്രയും ഇഷ്ടപ്പെട്ടിട്ട് അതുവരെ വിനായകൻ ചെയ്തതെല്ലാം ആളുകൾ മറന്നു. ആ വേഷം നമ്മളും ആഘോഷിക്കുന്നു. പക്ഷെ വിനായകൻ പിന്നീട് അത്തരം വേറൊരു വേഷത്തിലേക്ക് പോകുക, അല്ലെങ്കിൽ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രാഫ് ഉയരുന്ന ആ വേഷം കൊണ്ട് അദ്ദേഹത്തിന് വലിയ ഉയർച്ചയുണ്ടായേനെ. പക്ഷേ അദ്ദേഹത്തിന് ശ്രമിച്ചതേയില്ല. അതിനു പകരം മദ്യപിക്കുക, ഉടുതുണി. അതിനുശേഷമാണെന്ന് തോന്നുന്നു ഈ ബാൽക്കണിയിൽ നഗ്നതാ പ്രദർശനം നടത്തുക, പോലീസുകാരെ ചീത്ത വിളിക്കുക, പോലീസ് സ്റ്റേഷനിൽ ചെല്ലുക, ചീത്ത വിളിക്കുക. ചെല്ലുന്നിടത്തെല്ലാം പ്രശ്നമാണ്. വിനായകൻ ഒരു അശ്ലീലമായി മാറുന്നു. വിനായകൻ എന്ന് പറഞ്ഞാൽ ഉടനെ ജയശങ്കർ നേരത്തെ പറഞ്ഞ പോലെ തെറിയുടെ മറുവാക്കായി വിനായകൻ മാറുന്നു. ഇത്രയധികം തെറി, ആളുകൾക്കൊക്കെ തെറി അറിയാമെന്ന്, വിനായകന് മാത്രമാണ് തെറി അറിയാമായിട്ട് മാറുകയാണല്ലേ. മലയാള ഭാഷയിലേക്ക് പുതിയ തെറികൾ സംഭാവന എല്ലാ ആളുകൾക്കും തെറി. മലയാളികൾ സ്ഥിരം വിളിക്കാത്ത തെറികളുണ്ടോ? എത്ര മാന്യനായ മനുഷ്യനും. അതാ ഞാൻ പറഞ്ഞത്, അവര് പക്ഷെ വിളിക്കുന്നത് ഏതിടത്തിലായിരിക്കണം, ഏത് സമയത്തായിരിക്കണം. നമ്മള് വിമർശിക്കുമ്പോഴായാലും വിനായകന് വിമർശിക്കാം, വേറൊരാൾക്ക് വിമർശിക്കാം, ആരെയും വിമർശിക്കാം. പക്ഷെ വിമർശിക്കുമ്പോൾ ആ ഭാഷ, ആ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയാൻ ഉള്ള ഭാഷ ഉണ്ടാകണം, ആശയം ഉണ്ടാകണം. എന്തുകൊണ്ട് നിങ്ങൾ ഇയാളെ വിമർശിക്കുന്നു? ഇപ്പോൾ അടൂരിനെ ആ വേദിയിൽ എഴുന്നേറ്റ് നിന്നിട്ട് പ്രതിഷേധിക്കുകയാണ്. അത് ഒരു ന്യായമാണെന്ന് ആളുകൾക്ക് തോന്നും. അപ്പോൾ അടൂരിൻ്റെ ന്യായം, ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് അടൂർ പറയുന്നു. മറ്റവർ പ്രതിഷേധിക്കുമ്പോഴും അവരൊരിക്കലും അടൂരിനെ തെറി വിളിച്ചിട്ടല്ല, അവർ അവരുടെ ഭാഗം പറയുകയാണ്. അത് അവരുടെ ആ ആശയമാണ് അവർ പറയുന്നത്. അവരുടെ ഞങ്ങളിങ്ങനെയാണ് എന്ന് പറയുകയാണ്. അതിനപ്പുറം വന്നിട്ട് തെറി വിളിച്ചിരുന്നെങ്കിൽ, ആ സ്ത്രീ എഴുന്നേറ്റ് നിന്നിട്ട് അടൂരിനെ തെറി വിളിച്ചിരുന്നെങ്കിൽ എന്താ അവസ്ഥ? യഥാർത്ഥത്തിൽ ഈ വിനായകനെതിരെ കേസെടുക്കുകയാണ് വേണ്ടത്. വിനായകൻ ഈ പ്രിവിലേജ്, ജാതിയുടെ പ്രിവിലേജ് പറഞ്ഞിട്ട് അത് പലപ്പോഴും നമുക്ക് ഈ സ്വമേധയാ കേസെടുക്കുന്ന ഒരുപാട് സംഭവങ്ങൾ പോലീസുകളുടെ കോടതിയായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ വിനായകനെ പോലെ ഇത്രയും പബ്ലിക്കായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഫിഗർ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള അധിക്ഷേപ വർഷങ്ങൾ നടത്തുമ്പോൾ അത് ആ ഒരു നിയമ നടപടി കുറഞ്ഞു പോകുന്നില്ലേ എന്നൊരു തോന്നലുണ്ടാകുന്നുണ്ട്. കേസെടുക്കണം, തീർച്ചയായിട്ടും. കേസെടുത്തിട്ടും കാര്യമൊന്നുമില്ല. വിനായകൻ അവിടെ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാണിക്കുന്ന അഭ്യാസങ്ങളൊക്കെ നമ്മൾ കാണുന്നതല്ലേ. പോലീസുകാർക്ക് ഒരു ബാധ്യതയാണ് ഈ അത്രയും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളെയൊന്നും അധിക നേരമൊന്നും സ്റ്റേഷനിലൊന്നും അവർ നിർത്താനും പറ്റില്ല. വരുന്നവരെ തെറി വിളിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. ഞാൻ ഈ സിനിമാ ലോകത്തിനൊരു ബാധ്യതയായിട്ട് മാറുകയാണ്. കാര്യം പല ആൾക്കാർക്കും ഇത് പബ്ലിക്കായിട്ട് വന്ന് പറയണമെന്ന് തോന്നിയാൽ പോലും സഹപ്രവർത്തകൻ ഒരാളാണ്. ആ രീതിയിൽ തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്നൊരവസ്ഥയിലായിരിക്കും ഈ സിനിമാ ലോകത്തെ മറ്റ് പ്രധാന നടികടന്മാരൊക്കെ. അതെ, അല്ല, വിനായകനാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കല്ലേ നമ്മൾ നന്നാകണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. വേറൊരാൾ വന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ടോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ
തെറ്റാണ് എന്ന് നമുക്കൊരു ബോധ്യം. അതിനകത്ത് ഒരു പ്രശ്നം എന്താണെന്നറിയാം, ഇത് ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൈൻഡ് വേറൊന്നായി പോകും. അത് കഴിഞ്ഞ് ഇതെല്ലാം ഇറങ്ങിക്കഴിയുമ്പോഴാണ് നമുക്ക് അയ്യോ ഞാനിങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ അതിപ്പോൾ നാട്ടിൻപുറത്തുള്ള നമ്മുടെ നാട്ടിലുള്ള ലഹരി ഉപയോഗിക്കുന്ന ആളുകളും അങ്ങനെയാണല്ലോ. അവർ പിറ്റേന്ന് അയ്യോ പറ്റിപ്പോയി, ക്ഷമിക്കണം, ഞാൻ ഇത്തിരി അടിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞതാ എന്ന് പറയും. അത് തന്നെ വിനായകൻ പക്ഷേ ഇതിൻ്റെയൊക്കെ അതിരുകൾ ലംഘിച്ചുകൊണ്ടിട്ടുള്ള പ്രകടനമാണ് വിനായകൻ ഇത് തുടക്കത്തിലൊക്കെ ആളുകൾ കൈയടിച്ചിരുന്നു. വിനായകൻ പറയുന്നതിന് സപ്പോർട്ട് ചെയ്ത ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് വിനായകൻ ഇങ്ങനെയാണ് വിനായകൻ, ഇതാണ് വിനായകൻ, ഈ സ്ക്രീനിൽ കാണുന്നൊന്നുമല്ല വിനായകൻ എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയപ്പോൾ വിനായകനെ ആളുകൾ കൈയൊഴിഞ്ഞു. അപ്പോൾ ഒരു നടനെ നമ്മൾ ഇഷ്ടപ്പെടുകയാണ്, ഇഷ്ടപ്പെടുന്ന ആ നടനിൽ നിന്നും നമ്മൾ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കൊടുക്കാൻ അവർ ബാധ്യസ്ഥരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ വിനായകൻ നന്നാവണം എന്നൊക്കെ പറഞ്ഞു പോലും കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട്. ഒരാൾ നന്നാക്കാൻ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ രീതിയിൽ മുന്നോട്ട് പോകണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും തെറിവിളിയാണ്. അത് ഇവര് ജയസൂര്യയും വിനായകനും അല്ലേ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചൊക്കെ നിൽക്കുന്ന പൂജയായിട്ടൊക്കെ ബന്ധപ്പെട്ടാൻ തോന്നുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ആളുകൾ കാണുമ്പോൾ വിനായകൻ നന്നാകാൻ പോവുകയാണ് ഭക്തിയുടെ മാർഗത്തിലേക്ക്. പക്ഷെ വിനായകനെയൊക്കെ പോലുള്ള ആളുകൾ നന്നാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. പക്ഷെ കൃത്യമായി കേസെടുക്കുക, അല്ലെങ്കിൽ ഈ വിനായകൻ തന്നെ തീരുമാനിക്കണം ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ ആവശ്യമാണെന്നുള്ള ഒരു ഘട്ടം എത്തിയിരിക്കുന്നു. അതാണ് ഇനി വിനായകൻ മനസ്സിലാക്കേണ്ടത്. വിനായകന് നമുക്ക് കൊടുക്കാനുള്ള ഉപദേശവും അത് തന്നെയാണ്. വെറുതെ മാധ്യമങ്ങളെ ഒന്നും കയറി അധികം ചൊറിയാൻ നിൽക്കരുത്. മാധ്യമങ്ങളെയൊക്കെ അധികം കയറി ചൊറിയാൻ നിന്നാൽ അവർ എന്തെങ്കിലും കേസ് കേട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം വലിച്ചിട്ട് എല്ലാ ദിവസവും അത് ചർച്ചയാക്കി ഇല്ലായ്മയാക്കി കളയും. അങ്ങനെയൊക്കെ ചില കുഴപ്പങ്ങളുണ്ട്. വിനായകൻ ഏറ്റുമുട്ടുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കണം. ആരോടൊക്കെ നമുക്ക് ഏറ്റുമുട്ടാൻ പറ്റും. പോലീസിനോട് പോയി ഏറ്റുമുട്ടാൻ പാടില്ല. പോലീസിനോട് ഏറ്റുമുട്ടാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ പണി അവർ തന്നുകൊണ്ടേയിരിക്കും. അതുപോലെയാണ് മാധ്യമപ്രവർത്തകരോടൊക്കെ ചെന്ന് കളിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു സ്ത്രീയാണ്, ആ സ്ത്രീയെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ വളരെ മോശമായിട്ടാണ്. ആ സ്ത്രീയെ ഞാൻ ഈ പറഞ്ഞതുപോലെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് അപമാനിക്കുന്ന തരത്തിൽ. അതായത് വിനായകന് വേണമെങ്കിൽ പറയാം, ഞാൻ അങ്ങനെ അപർണയെ നേരിട്ട് തെറി വിളിച്ചിട്ടില്ലല്ലോ. അത് ഭയങ്കര ബുദ്ധിമാനാ. അത് മാധ്യമപ്രവർത്തകർ ഒന്നടങ്കം പറഞ്ഞിരിക്കുകയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ആ ഒരു ചില വാക്കുകൾ പറയുമ്പോൾ പക്ഷെ കൃത്യമായി അപർണയുടെ ശരീരത്തെ ഉൾപ്പെടെ ആക്ഷേപിക്കുന്ന തരത്തിലാണ് വിനായകന്റെ ആ പോസ്റ്റ്. അത് നമുക്ക് എന്തായാലും വിനായകനെതിരെയൊക്കെയുള്ള ആളുകൾക്കെതിരെ ഇങ്ങനെ ജാതിയുടെ പ്രിവിലേജ് പറഞ്ഞ് വെച്ചാൽ അവരനുഭവിച്ച ഒരു കാലത്ത് അനുഭവിച്ച കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഓർത്തുകൊണ്ട് പക്ഷെ അത് ചില മനുഷ്യർ അതിനെ അവരെ കാണിക്കുന്ന തോന്നിയാസത്തിനൊരു മറയാക്കി മാറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ശരി.